ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളുടെ കുടുംബം, ഹല്ലേലൂയ. സഹോദരങ്ങൾ സുഖമായിരിക്കുന്നു കേട്ടോ. പ്രാർത്ഥനകൾക്കെല്ലാം പ്രത്യേകം നന്ദി. പിന്നെന്താ വേണ്ടത്? നിങ്ങളൊരു നന്ദി പറഞ്ഞു അല്ലേ? ഹല്ലേലൂയ. നിങ്ങൾ പറയും അച്ഛന് നന്ദി എന്ന് ഇപ്പൊ പറയുമല്ലോ. ഇപ്പം നമ്മുടെ സഹോദരങ്ങളെ, നമ്മളിന്ന് പ്രത്യേകിച്ച് ഒരു നന്മറിഞ്ഞവും ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളിലെ വീഡിയോയിൽ പ്രത്യേക ഒരു സ്പെഷ്യൽ ആശീർവാദത്തിന് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങാണ്. മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി, പ്രഗ്നന്റ് ആയിരിക്കുന്ന ഡെലിവറിക്ക് ഒരുങ്ങുന്ന അമ്മമാർക്ക് വേണ്ടി, ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉള്ളവർ, അതേപോലെ തന്നെ നോർമൽ ഡെലിവറി എല്ലാത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. നമുക്ക് ഒരുപക്ഷെ നമ്മുടെ കുടുംബജീവൻ നമുക്ക് ധാരാളം മക്കളുണ്ടാവാം, കല്യാണം കഴിയാത്തവരൊക്കെ ഇതിനകത്തുണ്ടാവാം. അവരെല്ലാം ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട്, ആശീർവാദം അവസാനമാണ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് 2 Corinthians 5:10, 2 Corinthians chapter 5 verse 10. വിഷയത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഒഴികഴിവില്ല ഇക്കാര്യത്തിൽ. ചില കാര്യത്തിന് ഒഴികഴിവെന്ന് പറഞ്ഞ സംഗതിയേ ഇല്ല. അതിന് ഒഴികഴിവില്ല ഇക്കാര്യത്തിൽ എന്നുള്ളതാണ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ്: എന്തുകൊണ്ടെന്നാൽ നാം എല്ലാവരും ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കൽ വരണം. ഒരു വചനമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊറിന്തോസ് ലേഖനത്തിനത് മരണത്തെക്കുറിച്ചുള്ള, ശരീരത്തിന്റെ ഉയർപ്പിനെ കുറിച്ചുള്ള, ക്രിസ്തുവിനോട് ഒന്നാകനെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് തിരുവചനമാകുക. അപ്പോൾ ഈ കാര്യം നമുക്ക് ഒഴികഴിവില്ല നമ്മൾ മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഏത് കേസിനും നമുക്ക് ഒഴിവ് കണ്ടെത്താം, ന്യായീകരണം കണ്ടെത്താം, ഒഴിവാകാം ഒക്കെ, അല്ലെങ്കിൽ വേറൊരാളെ കുറ്റം ആരോപിക്കാം, എല്ലാം ചെയ്യാം. ഈവൻ പലപ്പോഴും ചിലപ്പോൾ കേസിൽ നിന്നൊക്കെ അങ്ങനെ രക്ഷയോടൊക്കെ ചെയ്യാതിരിക്കാം എന്റെ പ്രിയപ്പെട്ട സഹോദരൻ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ സംശയമില്ല. എന്തുകൊണ്ടെന്നാൽ നാം എല്ലാവരും, ഒരാൾക്ക് ഒഴികഴിവില്ല, തങ്ങളുടെ നമ്മൾ ഓരോരുത്തരും ശാരീരികതകൾ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് അതിനൊരു പ്രതിഫലമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് നോ താങ്ക്സ് കേട്ടോ, നീ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് വരും. ഇത് പ്രതിഫലം സ്വീകരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അത് വേറെ സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട അതിന് വേണ്ടിയിട്ട് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം. ബൈബിളിൽ ഉൽപ്പത്തി മുതൽ മീൻസ് ബൈബിളിലെ പഴയ നിയമത്തിൽ ഒരുപാട് പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ ഈശോയും എല്ലാം സ്ലേഹന്മാരും വെളിപാടിലും എല്ലാം പറഞ്ഞിരിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ന്യായാസനത്തിന് മുമ്പ് നമ്മൾ നിൽക്കേണ്ടവരാണല്ലോ എന്നൊരു ചിന്തയോടുകൂടി നമ്മുടെ ജീവിതത്തെ എപ്പോഴും നമ്മളെ പരിശോധിച്ച് മുന്നോട്ട് പോകണം. ഓർക്കണം, മരണത്തെക്കുറിച്ച് ഓർക്കണം, അന്ത്യവതിയെക്കുറിച്ച് ഓർക്കണം, ധനധിപതിയെക്കുറിച്ച് ഓർക്കണം, ശരീരത്തിന്റെ ഉയർപ്പിനെ കുറിച്ച് ഓർക്കണം. ഈ ഓർമ്മയെല്ലാം നമ്മുടെ ജീവിതത്തിൽ വേണം കേട്ടോ. അങ്ങനെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ കർത്താവ് പ്രത്യേകം കൃപ തരട്ടെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ സ്വരമൊക്കെ ഇങ്ങോട്ട് തെളിഞ്ഞു വരുന്നേ ഉള്ളൂ ഈ ദിവസങ്ങളിലെ യാത്രകളൊക്കെ ആയതുകൊണ്ട്. ഇന്നിപ്പോൾ നമുക്ക് പ്രത്യേകം കൂടെ അങ്ങോട്ട് പ്രാർത്ഥിക്കാം അല്ലേ? അടുത്ത ദമ്പതി എല്ലാവരും അങ്ങ് പ്രാർത്ഥിക്കുക. നന്നായിട്ട് അങ്ങ് സ്തുതിക്കാവോ? ഹാലേലൂയ, 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 ഹാലേലൂയ. ഉച്ചത്തെ സ്തുതിക്കുന്നു. യേശുവെ ആരാധന, 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 ആരാധന. കർത്താവെ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അർപ്പിക്കപ്പെട്ട വിശുദ്ധ കുർബാനയുടെ അനന്ത യോഗ്യതയാൽ ഞങ്ങൾ നടത്തിയ ജപമാലകളുടെയും ഞങ്ങൾ നടത്തിയ പ്രാർത്ഥനകളുടെയും എല്ലാത്തിൻ്റെയും എല്ലാ ഭക്താനുഷ്ഠാനങ്ങളെയും സ്വീകരിച്ച കൂദാശകൾ എല്ലാ യോഗ്യതയും ഞങ്ങൾ പ്രാർത്ഥിക്കുക. അതിലെല്ലാം ഉപരി കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ അനന്ത യോഗ്യതയാൽ പിതാവായ ദൈവമേ, യോഹന്ന 14:13 പ്രകാരം പുത്രനായ യേശുവിന്റെ നാമത്തിൽ, പുത്രനായ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനകൾ ഇപ്പോൾ സ്വർഗ്ഗം ഓർക്കട്ടെ. ദേവസ്വപിതാവേ, ഞങ്ങളോടുള്ള കടാക്ഷം ഓർക്കട്ടെ. മുഖ്യദൂതന്മാരുടെ, ഞങ്ങളെ സഹായ ദൂതന്മാരുടെ, പേരുടെ കാരണം വിശുദ്ധരുടെ എല്ലാവരുടെയും ഞങ്ങൾ നടത്തിയ തീർത്ഥാടനങ്ങൾ എല്ലാം ഓർക്കണമേ. ഞങ്ങൾ ഇന്നേവരെ ചെയ്ത എല്ലാ നന്മ പ്രവർത്തികളും ഓർക്കണമേ. ഞങ്ങൾ ചെയ്ത പാപങ്ങൾ Heബ്രായർ 8:12 വരെ മറക്കണമേ. ഞങ്ങളോട് അങ്ങ് ചെയ്യാതിരിക്കുന്ന നന്മ പ്രവർത്തികൾ ഓർക്കണമേ. കർത്താവായ ദൈവമേ, ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഉദരഫലം ദൈവത്തിന്റെ സമ്മാനം 127 സങ്കീർത്തനത്തിലെ വചനങ്ങൾ ഓർക്കുന്നു കർത്താവേ. ദൈവമേ, ഇപ്പോൾ മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവുള്ളൂ ഞങ്ങളുടെ കരുണയും ദയയും കൊണ്ട് മാത്രം അത്ഭുതകരമായി ഇടപെടലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപരാഗത്തിന്, ഇസ്ഹാക്കിന്, എൽക്കാനയ്ക്കും, മനോവയ്ക്കും, സക്കറിയായ്ക്കും അവസാന കാലത്തെങ്കിലും മക്കളെ നൽകി അനുഗ്രഹിച്ച കർത്താവ് യേശുവിന്റെ നാമത്തിൽ
ഇപ്പോൾ നിങ്ങളെ ആശീർവദിക്കുന്നു. മക്കളുള്ള ഞങ്ങളുടെ തടസ്സങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന്, ആത്മാവിൽ നിന്ന്, ഹൃദയത്തിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട സമസ്ത കുടുംബ പാരമ്പര്യ വംശ തലമുറ സമസ്തമെല്ലാം വിട്ടൊഴിഞ്ഞ് തടസ്സങ്ങൾ വിട്ടുമാറി കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ മക്കളുണ്ടാക്കട്ടെ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, സംഖ്യ ദിവസം 6, 22, 27 പുരോഹിതന്റെ ആശീർവാദത്തിൽ പറഞ്ഞിരിക്കുന്ന വചനപ്രകാരം നീ അനുഗ്രഹിക്കുന്ന ഞാനും അനുഗ്രഹിക്കുന്ന വചനത്തിൽ വിശ്വസിച്ചപ്പോൾ ആശീർവദിക്കുന്നു. കർത്താവ് സാമുവേൽ പ്രവചനം 1-ാമത്തെ അധ്യായത്തിൽ ഏലി പുരോഹിതൻ കർത്താവെ സാമുവേലിന്റെ അമ്മയെ അനുഗ്രഹിച്ച് അവർക്ക് മക്കളുണ്ടായ ആ വചനത്തിൽ കർത്താവ് ശരണപ്പെട്ടപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ് പ്രത്യേകിച്ച് ദൂതൻ ഇറങ്ങി സക്കറിയ ദമ്പതികളോട് പറഞ്ഞ വചനമൊക്കെ അനുസ്മരിച്ചപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, 100 കണക്കിന് സാക്ഷ്യങ്ങൾ കർത്താവ് ഈ എപ്പിസോഡുകൾ തന്നെ വന്നിട്ടുണ്ടല്ലോ കർത്താവ്. മക്കളില്ലാത്ത ദമ്പതികൾക്ക് അതിന് മുഴുവൻ മഹത്വം പുകഴ്ച അങ്ങേക്ക് ആരാധന അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. രോഗത്തെ ശാസിക്കുന്നു. പൈശാചിക വന്ന് വിട്ടുപോട്ടെ, തടസ്സങ്ങൾ വിട്ടുപോട്ടെ, എന്ത് കെട്ടണം യേശു നാമത്തിൽ അഴിയട്ടെ. എല്ലാത്തരം ദുരാത്മ സാധനങ്ങൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിലേക്ക് ആട്ടി പായിക്കുന്നു. കർത്താവെ, ശരീരത്തിലേക്ക് യേശുവിന്റെ നാമം ഒഴുകട്ടെ, യേശുവിന്റെ രക്തം ഒഴുകട്ടെ, യേശുവിന്റെ വചനം ഒഴുകട്ടെ, യേശുവിന്റെ കുരിശിന്റെ അടയാളം ഇപ്പോൾ പതിയട്ടെ. കർത്താവെ, കർത്താവ് മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേക കൃപയുള്ള സഭയിലെ വിശുദ്ധാത്മാക്കൾ പ്രത്യേകം മധ്യസ്ഥം തേടിയപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഗർഭാവസ്ഥയിലുള്ള ബുദ്ധിമുട്ടുകൾ വിശുദ്ധ ജന്ന മൊറേത്ത മുള്ളയുടെയൊക്കെ പ്രത്യേക മധ്യസ്ഥം ചോദി പ്രാർത്ഥിക്കുകയാണ്. ഗർഭാവസ്ഥയിലുള്ള ബുദ്ധിമുട്ടുകൾ യേശു നാമത്തിൽ വിട്ടുവാട്ടെ. ഉദരത്തേക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. അടുത്ത ടെസ്റ്റുകൾ, അടുത്ത സ്കാനിങ് നിങ്ങൾക്ക് യേശു നാമത്തിൽ അനുകൂലമായി മാറട്ടെ. സാക്ഷ്യപ്പെടുത്താമെന്ന് കർത്താവിന്റെ സന്നിധിയിൽ വാക്കുകൊടുത്തിരിക്കുന്നു. അതിനൊരു അവസരം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.